സോയാബീനിലേക്ക് ഒരു 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഇതുപോലൊരു കിഡിലൻ ഐറ്റംസ് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയാണ്. പിന്നെ നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ ഒന്നും ചിക്കൻ്റെ ബീഫിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. ഇനിയിപ്പോൾ നെയ്ച്ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ നല്ല ചൂട് ചായൻ്റെ കൂടെയൊക്കെ ഇത് മാത്രം മതിയാവും. പോരാത്തതിന് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് ചപ്പാത്തി, പൊറോട്ടോ അങ്ങനത്തെ എന്ത് ഐറ്റംസാണോ നമ്മൾ തയ്യാറാക്കുന്നത് അതിലേക്കൊക്കെ പറ്റുട്ടോ. ഒക്കെ ഒരു അടിപൊളി കോംബോ ആണ് നമ്മളിന്നിവിടെ തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാൻ, എന്നാൽ കഴിക്കാൻ ഒരുപാട് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവും. അത് 100% ഉറപ്പാണ്. പിന്നെ ഒരുപാട് ചിലവോ സമയമോ ഒന്നും വേണ്ടത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടല്ലോ, കുഞ്ഞ് സോയാബീനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളടുത്ത് ഏത് സോയാബീനാണെങ്കിലും എടുത്തോളൂ കേട്ടോ. ചെറുതുണ്ടാവും ചാക്ക, വലിയ സോയാബീൻ അതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കമ്മട്ട എടുത്തിട്ടാണ്. അങ്ങനെ അളവോ കാര്യമൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങളെ വീട്ടിൽ എത്രത്തോളം വേണമെന്ന്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അങ്ങോട്ട് എടുത്തോളൂ. ഇനി ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലാസ്കിലൊക്കെ നല്ല തിളച്ച വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഫ്ലാസ്കും വെള്ളമൊന്നും ഇപ്പോൾ ഇല്ല. അതിൻ്റെ പേരിൽ ഞാൻ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് ആ തിളക്കുന്ന വെള്ളത്തിലേക്ക് ഇതൊന്നിട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാണ് കേട്ടോ. അവർ തിളക്കുന്ന വെള്ളത്തേക്ക് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യുക. പിന്നെ ഓണാക്കി കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു തിളച്ച വെള്ളത്തിൽ തന്നെ കിടന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് കിട്ടും ചെയ്യും. പോരാത്തതിന് ഇതിൻ്റെ ആ ഒരു കട്ടുണ്ടാവും, ഒരു പ്രത്യേക ഒരു കട്ടുണ്ടാവും ഇതിന്. അതൊക്കെ പുറത്തേക്ക് പോരാനൊക്കെ ഇത് സഹായിക്കും. അപ്പോൾ ഞാൻ ഒന്ന് മൂടി വെച്ച് കുറച്ച് സമയം ഒന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, മൂടി തുറക്കുക. അപ്പോഴേക്കും ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ വലിയ സോയാബീൻ ആണെങ്കിലും ഇതേ പ്രോസസ്സ് തന്നെ നിങ്ങൾ ചെയ്താൽ മതിയാവും, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഇതാ നല്ലോണം കുറച്ച് സമയം ഒരു 5 മിനിറ്റോളം മൂടി വെച്ചിന് കേട്ടോ, തിളച്ച വെള്ളത്തിലിട്ടിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളടുത്ത് ഫ്ലാസ്കിലൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ ആ ഫ്ലാസ്കത്തെ വെള്ളം ഒഴിച്ചാലും മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുത്താലും മതിയാവും കേട്ടോ. ഇനി സോയാബീൻ ആയതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല തണുത്ത വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പിഴിഞ്ഞെടുക്കുമ്പോൾ കയ്യിന് ചൂട് പറ്റുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു നന്നായിട്ടൊന്ന് ഞൊണ്ടി പിഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു പത പോലൊരു വെള്ളം, അതുപോലെ തന്നെ ഒരു യെല്ലോ ഷെയ്ഡ് കളറിലായിരിക്കും ആ ഒരു വെള്ളം ഉണ്ടാവുക. അപ്പോൾ അതിനൊരു പ്രത്യേക കട്ട് രുചിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കട്ടോ, നല്ലോണം അമർത്തി പിഴിയുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ചിലർക്കൊന്നും സോയാബീൻ ഇഷ്ടമുണ്ടാവില്ല അല്ലേ, അധികം ആളുകൾക്കും ഇഷ്ടമില്ലാത്തവരുണ്ട്. പക്ഷേ കുട്ടികൾക്കും സോയാബീനോട് നല്ല താല്പര്യമാണ്. എങ്ങനെയുള്ള സോയാബീൻ ഒന്ന് ഇതുപോലൊന്ന് ഇതാക്കിയതിന് ശേഷം മുളകും ഇതൊക്കെ ഇട്ടിട്ട് ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പൊരിച്ച് ആ എണ്ണ മുഴുവൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ആ കായ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള അല്ല പൊരിച്ചെടുത്തിട്ടുള്ള സോയാബീൻ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ആ രീതിയല്ല കേട്ടോ നമ്മൾ ചെയ്യണത്. അത് നല്ലോണം നമ്മൾ ചെയ്യണ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അസുഖം വരുന്ന പ്രശ്നമില്ല, ഇഷ്ടംപോലെ കഴിക്കുകയും ചെയ്യാം. നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഇതുകൊണ്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഏതായാലും അതൊക്കെ ഒന്ന് പിഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചെടുത്തതും 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരിത്തിരി ഗരം മസാലൻ്റെ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇതൊക്കെയാണ് നമുക്കിതിലേക്ക് ചേർക്കേണ്ട പൗഡറുകൾ. അപ്പോൾ നമ്മൾ സാധാരണ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, വലിയൊരു പ്രശ്നം വരുന്നത് എന്താ വെച്ചാൽ വെറും മുളക് പൊടി ഉപ്പും മാത്രം ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒരുപാട് എണ്ണയിൽ പൊരിച്ചെങ്കിൽ ഇത് നെരിയുള്ളൂ. കാരണം അങ്ങനെ നെരിഞ്ഞതേ കുട്ടികൾക്ക് ഇഷ്ടമുള്ളൂ. ഇപ്പോൾ ഋതുവിനായാലും അങ്ങനെ പൊരിക്കുകയാണെങ്കിൽ നല്ലോണം മുരിഞ്ഞിട്ടൊക്കെയാണ് അവർക്ക് ഇഷ്ടമുള്ളൂ. പക്ഷെ അതിൽ ഈ ഒരു സോയാബീന് ചെറിയ ഹോൾസാണ്. നമ്മൾ ഇതിലൊക്കെ ഒരുപാട് വെള്ളം കയറുന്നില്ല, അതുപോലെ നമ്മൾ പൊരിക്കുന്ന എണ്ണ ഇതിൽ കുടിച്ച് കയറി നിൽക്കും. അപ്പോൾ ഓയിലും എണ്ണയിലൊക്കെ പൊരിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കത് ഒരുപാട് അസുഖങ്ങൾ, വയറിന് കേടുവരും. എത്രയോ മക്കളുണ്ട് സ്കൂൾക്ക് ഉരുളക്കിഴങ്ങ് പൊരിച്ച് കൊണ്ടിട്ടും അതുപോലെ തന്നെ സോയാബീൻ പൊരിച്ച് കൊണ്ടിട്ടൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ട് പുണ്ണാണ്, അൾസറാണ് എന്നൊക്കെ പറഞ്ഞ് വെറുതെ വയറ് കത്തിക്കാളുക, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒഴിവാക്കിയിട്ട് ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും, ഒരുപാട് ഹെൽത്തി ആവും ചെയ്യും കേട്ടോ. ഏത് സമയത്താണെങ്കിലും കൊടുക്കാനും കഴിക്കാനൊക്കെ പറ്റുന്ന രീതിയാണ്.
അപ്പോൾ ഞാനിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ച് കേട്ടോ. വെള്ളമൊന്നും ചേർക്കേണ്ട, ഒരു മുട്ടയുടെ നനവിന് മതിയാവും. അങ്ങനെ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നല്ലൊരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇതാ ഒരു 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കോൺഫ്ലോർ നിങ്ങളെടുത്തില്ലെങ്കിൽ നിങ്ങൾ ബേജാറാവേണ്ട, അതിന് പകരം നിങ്ങൾക്ക് മൈദ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഒരു 2-3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു കോൺഫ്ലോർ ആയാലും മൈദ ആയാലും നിങ്ങൾ ചേർക്കുന്ന സമയത്ത് ഇതിലേക്ക് ഇനി നനഞ്ഞ് കിട്ടാൻ വേണ്ടി വെള്ളമൊന്നും ചേർക്കണ്ട. കാരണം ഇതിൽ തന്നെ വെള്ളം ഉണ്ടാവും, ആ ഒരു കോഴിമുട്ടൻ്റെ നനവ് അത്യാവശ്യം തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ നല്ലോണം ഒന്ന് കുഴച്ച് നോക്കിയതിന് ശേഷം ഒന്ന് രുചിച്ച് നോക്കണം കേട്ടോ. ഇതിൽ ഉപ്പുണ്ടോ മുളകുണ്ടോ എന്താണോ നിങ്ങൾക്ക് ഇതിലേക്ക് വേണ്ടത് അത് നോക്കിയിട്ട് കുറച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു സമയത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതിയാവും. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ആ കുഴച്ച കൈയൊന്നും കഴുകുന്നതിന് മുമ്പ് തന്നെ ആ മുളകും കൈ കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വാരിയിടാം. ഞാൻ കൈയൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷമാണ് കേട്ടോ ചട്ടിക്കടുപ്പത്ത് വെച്ചത്. എന്നിട്ട് ഇതിലേക്കൊരു 4-5 ടേബിൾ സ്പൂൺ ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചതിന് ശേഷം അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ഈ ഒരു സോയാബീൻ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു മുട്ട ചേർത്തുകൊണ്ട് തന്നെ മുട്ട ഒക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണോ ഈ ഒരു ചൂടിൽ വെക്കുന്നത്. അങ്ങനെ സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഇത് കഴിക്കുമ്പോൾ ഒരു മുട്ടയുടെ ടേസ്റ്റും ഇതിന് ഒന്നും പറയല്ല കേട്ടോ ഇതിൻ്റെ രുചി. പക്ഷേ ഇത് ഇത്രയോടും പരിപാടി കഴിഞ്ഞിട്ടില്ല, ഇനിയും ഇതിലേക്ക് കുറച്ചും കൂടെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോക്ക് താഴെ നിങ്ങൾ ലൈക്കൊക്കെ ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണേ. നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയൊക്കെ വേറെ ഒന്നും വേണ്ട മക്കളെ, ഇത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഇന്നിപ്പോൾ മീനൊന്നും കിട്ടിയിട്ടില്ല, മീനൊന്നും വന്ന് കാണുന്നില്ല. അപ്പോൾ ഞാൻ മീനൊക്കെ ഇതിൽ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ കുറച്ച് എങ്ങോട്ടോ തിരിഞ്ഞു പോയി, അതുകൊണ്ടാണ് കിട്ടാഞ്ഞത്. അപ്പോൾ ഞാൻ എന്താ അറിയോ, ഇനിയിപ്പോൾ മീൻ നമുക്ക് കിട്ടിയാൽ തന്നെ അതിൻ്റെ സൈഡായിട്ട് ഒരുപാട് സാധനങ്ങൾ വേണ്ടി വരില്ല കൂട്ടാൻ, ഉപ്പേരി അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാവുമ്പോൾ എന്താ അറിയോ, എല്ലാം കൂട്ടണീന് പകരം ഇത് കുറച്ച് മാത്രം 2 ടേബിൾ സ്പൂൺ കിട്ടിയാൽ മതിയാവും നമുക്ക്. ഞാനിത് ഉണ്ടാക്കുമ്പോൾ അധികം ഞാൻ നെയ്ച്ചോറൊക്കെ വെക്കും കേട്ടോ. കാരണം ഇതിന് പ്രത്യേക ഒരു നെയ്ച്ചോറൊക്കെ പറ്റുന്ന ഒരു നമ്മൾ ചിക്കൻ കടായിക്കല്ല അതിൻ്റെ രുചിയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ വേഗം അതാണ് ഉണ്ടാക്കുക. നെയ്ച്ചോറൊക്കെ നല്ല എളുപ്പമാണല്ലോ അല്ലേ. ഇപ്പോൾ കുക്കറിലൊക്കെ നെയ്ച്ചോറൊക്കെ എന്തോരം എളുപ്പമാണ്. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലൊക്കെ വെച്ചു. കുറച്ച് സമയമായപ്പോഴേക്കും ഞാനിങ്ങനെ മറിച്ചിട്ട് കൊടുത്തപ്പം എല്ലാം ആ കോഴിമുട്ടൊക്കെ ഇതിന്മേൽ കോട്ടിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇത് അത്യാവശ്യം നല്ലോണം വെന്തതുമാണല്ലോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ട എന്താ വെച്ചാൽ ഇതാ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒക്കെയാണ്. അപ്പോൾ ഇതാ തക്കാളി എങ്ങനെ എടുത്ത് കാണിക്കണം എന്താ അറിയും, ഞാൻ തക്കാളിയൊക്കെ കട്ട് ചെയ്ത് പ്ലേറ്റിലാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ച് തന്നതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത്. പക്ഷേ അതിൻ്റെ വീഡിയോ കാണുന്നില്ല, സ്കിപ്പായി പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്യാമറ ഓണാക്കാൻ മറന്നതായിരിക്കും, എന്താണെന്നറിയില്ല. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ സവാളയും തക്കാളിയൊക്കെ നിങ്ങൾ കണ്ടില്ലേ. നമുക്ക് വീട്ടിൽ ചില വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് ഒരു 4-5 മക്കളൊക്കെ ഉണ്ടാവും, എന്താണ് സ്കൂളിലായാലും കോളേജിലായാലും ഒക്കെ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ എന്താ പറയുക, എന്തെങ്കിലും കുറച്ച് കൂട്ടാനൊന്നും ഉണ്ടായാലും കുറേ ബോക്സിലൊന്നും വെച്ച് കൊടുക്കാൻ ഉണ്ടാവില്ല. അപ്പോൾ എന്താ ചെയ്യുക, ഇതുപോലുള്ള ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ വേറെ ഒന്നും വേണ്ട. ചോറ് കൊണ്ടുവരുന്ന കുട്ടികളാണെങ്കിൽ ചോറും ഇത് മാത്രം മതിയാവും. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കോഴിമുട്ടൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുക, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും വേറെ കൂട്ടാനൊക്കെ കൊടുത്താൽ അവർക്ക് പിന്നെ അത് തികയൊന്നുമില്ല. പ്രത്യേകിച്ച് ഫ്രണ്ട്സൊക്കെ കൂടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇതാവുമ്പോൾ എന്താ പറയുക, അവർക്കൊക്കെ വേറെ ഒരു കൂട്ടാൻ്റെ ആവശ്യമില്ല, എത്ര ചോറ് വേണമെങ്കിലും അവർക്ക് പോകും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടതാ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതക്കിയതും ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു തണ്ട് കറിവേപ്പില ഈരിയതും കൂടിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിൽ ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കുക. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കുമ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ രുചിയൊക്കെ പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് ഉപ്പ് ഒരുപാട് കൂട്ടും വേണ്ട കേട്ടോ. ഇനി എന്ത് ചെയ്യണം, ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കുക. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളിതിലേക്ക് എന്ത് ചേർത്ത് കൊടുക്കുന്ന സമയത്തും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിയതിന് ശേഷം മൂടി വെക്കുകയാണ് വേണ്ടത്. മൂടി വെച്ച് കഴിഞ്ഞാൽ എന്താ അറിയോ, ഈ ഒരു തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. സവാളയും തക്കാളിയൊക്കെ സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ സിമ്പിളായിട്ട് കാണിച്ചു തന്നാണ്. കാരണം സിമ്പിളല്ലാതെ പണിയൊക്കെ ഉണ്ട്. കാരണം ഈ സോയാബീൻ നമ്മൾ ഈ ഒരു എണ്ണയിലിട്ടിട്ട് കോഴിമുട്ട എല്ലാം കൂടെ ഉള്ളതൊക്കെ ഒന്ന് മുരിയാൻ വേണ്ടിയിട്ടൊന്ന് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ വേറൊരു ചട്ടിയിൽ വെച്ചിട്ട് ഈ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി പച്ചമുളക് എല്ലാം
മൂപ്പിച്ച് അതിലേക്ക് സവാളയും തക്കാളിയൊക്കെ ഇട്ട് പിന്നെ കുറച്ച് പൊടികളൂടെ ഒക്കെ ഇട്ട് ഇളക്കിയിട്ട് ഇത് അങ്ങോട്ട് ചെരിഞ്ഞ് കൊടുത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങനെയും ചെയ്യാം. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ ആകുമ്പോൾ വളരെ സിമ്പിളാണ്. കാരണം രാവിലെയൊക്കെ നമുക്ക് ഒരുപാട് തിരക്കായിരിക്കും അല്ലേ. ആ ഒരു തിരക്കിലൊക്കെ നമുക്ക് ഉണ്ടാക്കാനും കൊടുക്കാനൊക്കെ പറ്റുന്ന രീതിയാണ്. പിന്നെ ഞാനിത് എന്താ പറയുക, ചിലപ്പോഴൊക്കെ ഞാൻ വൈകുന്നേരത്തെ ചായൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കലുണ്ട് കേട്ടോ. ഇതിപ്പോൾ നെയ്ച്ചോറിൻ്റെ കൂടെ കൂട്ടാനാണ്, സൈഡായിട്ട് കൂട്ടാനാണ്. നല്ലൊരു അടിപൊളി കോംബോ ആണ് കേട്ടോ അത്. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്, നല്ലൊരു മണമുണ്ട്. പിന്നെ നല്ല രസമാണ് ഇത് വെറുതെ കഴിക്കാനും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങൾ പരമാവധി ആളിലേക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.